ഡയലോഗ് പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇവിടെ കല്യാണത്തിന് ഒന്നാണോ അതോ കച്ചേരിക്ക് ഒന്നാണോ? ഞങ്ങളെ കല്യാണം കഴിഞ്ഞു, ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി കച്ചേരിക്ക് പോകുന്നത്. ഈ കച്ചേരിയുടെ അരി മേടിക്കാൻ പറ്റുമേ? ഇല്ലടാ, റേഷൻ കാർഡും സഞ്ചിയും കൊണ്ടുവന്നാൽ അരി മേടിക്കാൻ പറ്റും. മാവേലി സ്റ്റോറിലായപ്പോഴും ആണല്ലേ. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ചെന്നിട്ടേ ഈ കച്ചേരി നടത്തിയിട്ട് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായല്ലോ ഒരു സ്ഥലം. വിഷയല്ല, വിഷയം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ഇടയ്ക്ക്. ഞാൻ കല്യാണത്തിന് നാസറമ്മയോ വായിക്കാൻ വേണ്ടി പോകുന്ന ആളാണ്. അപ്പൊ ഞാൻ ഈ അടുത്തിടയ്ക്ക് കല്യാണത്തിന് പോയപ്പോ അവിടെ ഗസ്റ്റ് ആയിട്ട് വന്നു വാവാ സുരേഷ്. ഫ്രണ്ട് ഇരിക്കുന്നു. എടാ, കല്യാണത്തിന് വാവാ സുരേഷ് ഇരിക്കുന്നുണ്ടോണ്ട് ഞാൻ പുള്ളി ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് സാധാരണ നമ്മള് താലി കെട്ടുമ്പോൾ ഇതെല്ലാം വായിക്കാം. ഞാൻ വാവാ സുരേഷ് ഒന്ന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ അരമണിക്കൂർ ഒന്ന് വായിച്ചെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടില് 4 രാജവമ്പാല വാലും കുത്തി എണീറ്റിരിക്കും. ഇങ്ങനെയല്ലേ അങ്ങനെ എന്തായാലും ഞാൻ അരമണിക്കൂർ ഒന്ന് വായിച്ചു. ലാസ്റ്റ് വാല് കുത്തി നിന്ന രാജവമ്പാല വാല് കടിച്ചപ്പം എണീറ്റൊക്കെ പോയി. ഞാൻ അതല്ല ചോദിച്ചത്, ഈ പരിപാടി കൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുവാണോ ഹേ എന്ന അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്. പറ്റുമോ? കച്ചേരി ഉണ്ടോ ജീവിക്കാൻ പറ്റുമോ? ഈ ബിനീഷ് ബാസി ഇവിടെ പാട്ടുകൊണ്ട് ജീവിക്കുന്നില്ലേ? സത്യം പറഞ്ഞാൽ സംഗീതത്തിലെ ബാലങ്കേ നായരാണ് ഇവൻ. സംഗീതത്തിലെ ബാലങ്കേ നായരോ രവിയാണ് ഇവൻ. ജോസ് പ്രകാശാണ്. ദുഷ്ടനാണ് ഞാൻ. എത്ര പാട്ടിനടാ നീ നശിപ്പിച്ചത്? അത് ശരി. നോക്കാതെ പാട്ടിന് വസ്ത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ വലിച്ചു കീറിയത്. ചേട്ടാ, നമ്മള് കച്ചേരിക്ക് പോകുമ്പോ കൊട്ടാനൊന്നും കൊണ്ടുപോകുന്നില്ലേ? ബിനീഷ് ബാസി ഇരിക്കുകയല്ലേ? ബിനീഷ് ബാസിനെ കൊട്ടാൻ പറ്റുമോ? വരുന്നവര് പോകുന്നവരൊക്കെ അവനെ കൊട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് 2 കൊട്ടം അടിച്ചത്. നീ ഓക്കെയാണെങ്കിൽ ഞാൻ ഓക്കെ. പിന്നെ എല്ലാരടുത്തും വെച്ച് ഞാൻ ഈ കുട്ടികളുടെ കാര്യം പറയാണ്. കുട്ടി എന്റേത് മാത്രമായിരിക്കണം. വീണു അവനെ. രാജവമ്പാല അതല്ല, അവനെ ആക്ഷേപിച്ചതാ. രാജവമ്പാല ക്ഷമിക്കൂ, എന്റെ തെറ്റാ. സത്യം ചേട്ടാ, ഞാൻ ചേട്ടന്റെ മാത്രമായിരിക്കും. പക്ഷേ എനിക്കൊരു കുട്ടിയുണ്ട്, അത് എന്റെ മാത്രമായിരിക്കും. നല്ല സീരിയലായിരുന്നു. സൂപ്പർ. അപ്പം നല്ല അടിപൊളിയായിരുന്നു. ക്ലൈമാക്സും അടിപൊളിയായിരുന്നു. എന്റെ രാജവമ്പാലക്കൊരു കയ്യടി കൊടുത്തു. ചേട്ടന്റെ രാജവമ്പാല കഴിഞ്ഞില്ലെങ്കിലും സ്കിറ്റ് നന്നായിട്ട് ഇഴഞ്ഞായിരുന്നു. എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. അവക്കും ഉണ്ടായിരുന്ന ഒരു പേടി എനിക്കും ഉണ്ടായിരുന്നു. അവക്ക് പേടിയുണ്ട് ചേട്ടന്റെ അടുത്ത്. മുക്കയുടെ ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ കിറ്റ് കളിച്ച് കയറിയില്ലെങ്കിൽ നമ്മളെ ജീവിതം തീർന്നില്ല. പിന്നെ സിനിമയിലേക്കുള്ള ചാൻസ്. എനിവേസ്, നേരെ അനുവിലേക്ക് പോവാണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? എന്തൊക്കെയാണെങ്കിലും ഡാൻസ് ഗംഭീരമായിരുന്നു. ഡാൻസ് അടിപൊളിയായിരുന്നു. സൂപ്പർ. നോബി ചേട്ടൻ അവരെ പഠിപ്പിക്കുകയായിരുന്നു. ആ നോബി ചേട്ടൻ പഠിപ്പിച്ചതോടെ തന്നെ എല്ലാ ഗ്രൂപ്പും ഇല്ല, അവര് കളിക്കാൻ ഞാൻ വിട്ടുകൊടുത്തു. ലാസ്റ്റ് കൂടെ ഒന്ന് ഞാൻ പിടിച്ചു. എനിക്ക് തോന്നിയത് അച്ഛനും മോളും കൂടെ അമ്പലത്തിൽ പോകണമല്ലോ. എന്റെ മാത്രം അഭിപ്രായം ഉണ്ട്. അതെന്ത് അച്ഛന്റെ മോളെ കൊണ്ട് അമ്പലത്തിൽ പൊക്കിയൂടെ? അവളൊക്കെ പിടിച്ചേ. എന്റെ അച്ഛൻ നിന്നെ കൊണ്ട് അമ്പലത്തിൽ പോകൂലേ? എനിക്ക് തോന്നിയ ഇത്രയും പിള്ളേർ പെർഫോം ചെയ്യുന്നു. ഇവിടെ ഒരു ഡാൻസിലും കണ്ട എന്താണെന്ന് അറിയുമോ? ബിനീഷ് ബാസിന്റെ സൗകര്യമുണ്ട്, ടൈമിംഗും ഇല്ല, താളവും ഒരു സ്റ്റെപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പോഴെങ്കിലും ഒന്ന് ചലിച്ചല്ലേ. പാട്ട് നല്ല ഗംഭീര പാട്ടായിരുന്നു. ജനങ്ങൾ വെയിറ്റിംഗ് ആണ് സുഹൃത്തെ. പിന്നെ ചേട്ടന്റെ പാട്ട് ഡാൻസ് കളിക്കുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, അയ്യോ അമേസിങ്.